പ്രിയമുള്ളവരെ, ഞാൻ യാസർ അറഫാത്ത്. നിങ്ങളുമായി ഞാൻ ഇന്ന് സംവദിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഡോക്ടർ കെ ടി ജലീൽ MLA അവരുടെ പേരക്കുട്ടിയെ താരാട്ടുപാട്ട് പാടി ഉറക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ്. ഒരുപാട് ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആ വീഡിയോക്കെതിരെ പരിഹാസ്യവുമായി കടന്നു വരുന്നവരെല്ലാം ഏത് പക്ഷത്തുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാകാം. ലീഗും BJPയും കോൺഗ്രസുമായിട്ടുള്ള സൈബർ പോരാളികൾ എന്ന് അവകാശപ്പെടുന്നവരാണ് ഈ പ്രചരണത്തിന്റെ പിന്നിൽ. എനിക്ക് ചോദിക്കാനുള്ളത്, സജീവമായ പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു നിയമസഭാ സാമാജികനായിട്ടുള്ള ഡോക്ടർ കെ ടി ജലീൽ അമേരിക്കയിലുള്ള തൻ്റെ മകളെയും തൻ്റെ പേരക്കുട്ടിയെയും കാണാൻ വേണ്ടി കുറച്ച് ദിവസം വിശ്രമ ജീവിതത്തിലേക്ക് പോയിരിക്കുകയാണ്. അവരൊപ്പമാണ് കഴിയുന്നത്. ഇവിടുത്തെ പോലെ, കേരളത്തിലെ പോലെ സജീവ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തല്ല ഇപ്പോൾ ഡോക്ടർ കെ ടി ജലീൽ ഉള്ളത്. അവിടെ ആ കുടുംബത്തോടൊപ്പം അത് ആഘോഷമാക്കി മാറ്റുന്ന ഒരു പിതാവിനെ അല്ലെങ്കിൽ ഒരു വല്യുപ്പയെയാണ് നമ്മൾ അവിടെ കണ്ടത്. അദ്ദേഹം പാടി, നമ്മളെല്ലാം ജീവിതത്തിൽ നമ്മുടെ ഓരോ മനസ്സിലും, നമ്മൾ കുളിക്കുമ്പോഴും വെറുതെ നടക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്. ആ പാട്ട് തന്റെ പേരക്കുട്ടിയെ താരാട്ടുപാട്ടിലൂടെ പാടി ഉറക്കുന്ന ഒരു വീഡിയോ വൈറലായിരിക്കുകയാണ്. لم يزل داعيا لكل الفريقين قرة العينين هذا دون ميني أعلم بنبي سيد الكونين أعلم برسول هادي ثقلين لم يزل داعيا لكل الفريقين قرة العينين هذا دون ميني أنذر بشر منه منادى شمر دمر ينكب عادا كل عداه بذلك بادا أعظم بنبي سيد الكونين أعظم برسول هادي ثقلين لم يزل داعيا لكل الفريقين. അതിനെ പരിഹസിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, എന്താണ് അതിൽ തെറ്റ്? നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും ആനന്ദങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് കണ്ടെത്താറ്. ആ കണ്ടെത്തുന്നതിനെ പരിഹസിക്കുന്നവർക്ക് കുടുംബമില്ല അല്ലെങ്കിൽ സമൂഹമില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ല. ഇനി ഇതൊക്കെ തന്നെയാണ്, കുട്ടിയെ താരാട്ടുപാട്ട് പാടി ഉറക്കുന്ന പണിയാണ് ഇനി വിശ്രമ ജീവിതത്തിലുള്ളൂ എന്നൊക്കെ പരിഹസിക്കുന്നവരുണ്ട്. അവരോട് പറയുകയാണ്, ആ വിശ്രമ ജീവിതം അല്ല ഇത്. എല്ലാ മനുഷ്യരും തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, പേരക്കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്, കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്, സമൂഹത്തെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ പങ്കാളിയാകുന്ന ആളുകളാണ് ഓരോ വ്യക്തിയും. അത് പല രീതിയിലാണ് പലരും പ്രകടിപ്പിക്കാറുള്ളത്. അതിനെ പരിഹാസത്തോടെയും പുച്ഛത്തോടെയും കാണുന്നവർ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്താണ് കുടുംബമെന്ന് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് എന്താണ് സമൂഹമെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു പരിഹാസ്യങ്ങൾ തുടരുക. ഓരോ മനുഷ്യനും അവരുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ആഹ്ലാദം ഇതുപോലെ പങ്കുവെച്ച് ആഹ്ലാദിക്കട്ടെ, അതിനോടൊപ്പം സന്തോഷിക്കട്ടെ. അതാണ് സമൂഹത്തിൽ വേണ്ടത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പരിഹസിക്കുന്നവരുടെ അവർ പരിഹസിക്കട്ടെ. കാരണം വീട്ടുപടിക്കൽ ഒരുപാട് പട്ടികളെ കെട്ടിയിടാറുണ്ട്. ആ വീട്ടിലെ അല്ലാത്ത ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായും പട്ടികൾ കുരക്കും. അത് കുരക്കുന്നത് കണ്ടിട്ട് ആരെങ്കിലും അവിടെ നിന്ന് തിരിച്ചു കുരക്കാറുണ്ടോ? അപ്പോൾ അത്രേ ആ ഒരു നിലവാരം കുറഞ്ഞ പരിഹാസ്യത്തെ കാണേണ്ടതുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം.